11 മണിയോടുകൂടിയാണ് ഫോർട്ട് കൊച്ചി ബീച്ചിന് സമീപത്തുള്ള ഈ തണൽ മരത്തിന്റെ ശിഖരം ഇടിഞ്ഞ് നിലത്ത് വീണ് ഒരു അപകടം സംഭവിച്ചത്. 3 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയുടെ ചില്ലും തകർന്നിട്ടുണ്ട്. ഏകദേശം ആളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. കാലിനടക്കമാണ് പരിക്കേറ്റത്. പോലീസ് എത്തി പരിശോധനകളൊക്കെ നടക്കുകയാണ്. ചേട്ടാ, എപ്പോഴായിരുന്നു എൻ്റെ സംഭവം? ഇത് ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 9-9:15 എപ്പോഴായിരുന്നു. അപ്പം ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബീച്ച് ഹെൽത്ത് ക്ലബ്ബിൽ ഇവിടെ എല്ലാ ദിവസവും എക്സസൈസും പരിപാടികളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. വലിയ കൊമ്പായിരുന്നു? വലിയ ഒരു 10-300 കിലോ ഉണ്ടാവും. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? 3 പേർക്ക് പരിക്കുണ്ട്. ആളുടെ ഓട്ടോറിക്ഷയും ഇതുപോലെ തന്നെ ഡാമേജും ഉണ്ട്. ആൾക്കും പരിക്കുണ്ട്. 3 പേര് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ചേട്ടനുണ്ടായിരുന്നു? ഓട്ടോയുടെ അടുത്തുണ്ടായിരുന്നു? ഞാൻ ഓട്ടോയിൽ ഇരിക്കണായിരുന്നു. ഓട്ടോയിലേക്കാണ് വന്ന് വീണത്. വേറെ പ്രശ്നമൊന്നുമില്ല. തല വന്നടിച്ചപ്പോൾ ഞാൻ ബാക്കിലേക്ക് ചെരിഞ്ഞു പോയി. പിന്നെ കാലിലേക്ക് വന്നിണ്. എന്നെക്കാട്ടിയും കൂടുതൽ പരിക്കാൻ 3 പേർക്കാണ്. പിന്നെ എൻ്റെ വണ്ടി പൂർണ്ണമായിട്ട് നഷ്ടമായി. ഈ കാറ്റുണ്ടായിരുന്നു, അങ്ങനെയാണോ? വെറുതെ അടിച്ചു. ഉണങ്ങിക്കുന്ന ഇത് കൊമ്പ് വെട്ടിക്കളയാൻ നേരത്തെ വനം വകുപ്പിൻ്റെ ഇത് വേണം, അത് വേണം, ആ സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ വയറിൻ്റെ ആൾ വന്ന് തിരിച്ചു പോകും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഈ പേപ്പർ വേണമല്ല. വലിയ അപകടം, ആരെങ്കിലൊക്കെ വലിയൊരു അപകടമാണ് ഒഴിഞ്ഞത്. കാരണം ആരെങ്കിലൊക്കെ ചത്തുമ്പോൾ എല്ലാ വകുപ്പും വരും. അത് ആരും വരില്ല. വലിയ അപകടമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. തലനാരിഴക്കാണ് അപകടം ഒഴിഞ്ഞു പോയത്. ഈ ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിൽ ഉടനീളം മരങ്ങളുണ്ട്. അതിൻ്റെ കൊമ്പുകളൊക്കെ പ്രശ്നമാണെന്ന് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു അനുകൂല നടപടി ഉണ്ടായിരുന്നില്ല. ഈ മഴയൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുകൂടിയാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത്. സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.